പിരിച്ചത് 83 ലക്ഷം, വീട് നിർമ്മിച്ച് നൽകിയില്ല, യൂത്ത് കോൺഗ്രസ് പഠന ക്യാമ്പിൽ വിമർശനം. അതിലിപ്പോൾ വാർത്തയാക്കാൻ എന്താണുള്ളത്? പിന്നെ ഒരു പുതിയ കാര്യം വന്നിരിക്കുന്നു. 30 വീട് പറഞ്ഞിട്ട് കൊടുത്തില്ല എന്ന്. ഹോട്ടലിൽ കയറി പറോട്ടയും ബീഫും കഴിച്ചിട്ട് പൈസ അണ്ണം തരും എന്ന് പറഞ്ഞവരിൽ നിന്ന് വെറുതെ 30 വീട് പാവങ്ങൾക്ക് കൊടുക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സാധാരണ കോൺഗ്രസ് അനുഭാവിയാണ്. നമ്മളൊന്നും അങ്ങനെ പ്രതീക്ഷിച്ചില്ല, ആഗ്രഹിച്ചില്ല. എന്തുമാത്രം ഉദാഹരണങ്ങൾ! 1000 വീട് പദ്ധതി, ഇവരുടെ സ്വയം പ്രഖ്യാപിത ക്യാപ്റ്റൻ നേരിട്ടുണ്ടാക്കിയ പുനർജനി പദ്ധതി, 137 ചലഞ്ച്, 138 ചലഞ്ച്, അങ്ങനെ ഇതിപ്പോൾ വേറെ പരിപാടിയാണ്. അന്ന് DYFI 25 വീട് വയ്ക്കാനുള്ള പൈസ കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ ലേലം വിളിക്കും പോലെ എന്നാൽ നമ്മൾ 30 എന്നങ്ങ് പറഞ്ഞതാണ്. ഇതൊക്കെ ആളുകൾ കാണുന്നുണ്ടെന്നും കമ്മിറ്റിക്ക് ചർച്ചയാവും എന്ന് പോലും ചിന്തയില്ല. അല്ല, അതിന് കുറ്റം പറയാനും പറ്റൂല. പൂരപ്പറമ്പിൽ വെള്ളം അടിച്ച് ഡാൻസ് കളിക്കുന്ന പോലെയാണ് ഇവരുടെ കമ്മിറ്റി തന്നെ. അപ്പം പിന്നെ ഇതൊക്കെ അവർ മറന്നോളും എന്നൊരു ചിന്തയിലായിരിക്കും. DYFI 25 വീട് എന്ന് പറഞ്ഞിട്ട് 100 എണ്ണം വെക്കാനുള്ള പൈസ കൊടുത്തപ്പോഴും ഇവിടെ വലിയ വാർത്തയൊന്നും കണ്ടില്ലല്ലോ. കാരണം DYFI പറഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ട്, അതിൽ പുതുമയൊന്നുമില്ല. പിന്നെ എന്തിനാണ് ഈ രാഹുൽ മാങ്ങ ചെയ്യും എന്ന് പറഞ്ഞതൊക്കെ വാർത്തയാക്കുന്നത്? ചെയ്യും എന്ന് പറയുമ്പോൾ തന്നെ അറിഞ്ഞൂടെ ചെയ്യൂല എന്ന്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കുക സുഹൃത്തുക്കളെ. എന്താണിത്? സില്ലി പീപ്പിൾ.